ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്കോയിൻ മലയാളി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ളൊരു നടുവേദന എനിക്കുണ്ടായി. സ്റ്റിൽ ഐ ഹാവ് ഫിസിയോതെറാപ്പിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അധികം നേരം നിൽക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യാനൊക്കാത്തൊരവസ്ഥ. കുറച്ചേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവേദന, ആ വേദന ഭയങ്കരമായിട്ട് കൂടുന്ന, അത് കുറച്ച് നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അതേ അവസ്ഥ തന്നെ. ആ ഒരു അവസ്ഥയിലാണ് 2 ആഴ്ച പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വേദനയായിട്ട് യൂസ്ഡായി. എന്നിരുന്നാലും സാരമില്ല, നമുക്കിനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ബിറ്റ്കോയിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കൊടുക്കേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ മെനി പീപ്പിൾ യൂസ് ബിറ്റ്കോയിൻ ടു ബൈ ഗ്രോസറീസ് ഓർ ഫില്ലിങ് ദ ഗ്യാസ്. അതായത് പച്ചക്കറി മേടിക്കാനും അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനും, അല്ലെങ്കിൽ ദേ സ്പെൻഡ് ബിറ്റ്കോയിൻ ഫോർ ദ വെക്കേഷൻസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ ഡംപ്, ഡോണ്ട് ഡു ഇറ്റ്. എസ്പെഷ്യലി ഇന്ത്യയിൽ അതിലെ ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടില്ല. കാരണം ഇന്ത്യയിൽ ബിറ്റ്കോയിൻ ഇപ്പോഴും ക്രിപ്റ്റോ കറൻസീസൊക്കെ ഒരു അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സംവിധാനങ്ങളിലേക്ക് വന്നിട്ടില്ല. ഐ ബിലീവ് ഇറ്റ് വിൽ കം വിത്തിൻ നെക്സ്റ്റ് മാക്സിമം 4 years. അതായത് ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസിലെ പോലെ തന്നെ ഈസിയായിട്ട് ബിറ്റ്കോയിൻ മേടിക്കാൻ ഒക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഉടനെ എന്തായാലും ഇന്ത്യയിൽ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു എൻ്റെ ഒരു അഭ്യർത്ഥന, ഡോണ്ട് യൂസ് ബിറ്റ്കോയിൻ ഫോർ ബൈയിങ് ഗ്രോസറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യരുത്. യു ജസ്റ്റ് സേവ് ഇറ്റ്, കീപ്പ് ഇറ്റ് ഫോർ എവർ. അതായത് ലോകം കണ്ടെത്തുന്നതിൽ വെച്ച്, ഞാൻ എന്തുകൊണ്ടിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം കണ്ടെത്തുന്നതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു മണി എന്ന് പറയുന്നത് ബിറ്റ്കോയിനാണ്. എന്താണ് ഈ ഹാർഡ് മണി അല്ലെങ്കിൽ ഹാർഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്ത് ഒരു മനുഷ്യനും ഇനി കൂടുതൽ ബിറ്റ്കോയിൻ പ്രിൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. 21 മില്യണേ ഉള്ളൂ. ലോകത്ത് ഒരു മനുഷ്യൻ വിചാരിച്ചാലും, ഒരു യന്ത്രം വിചാരിച്ചാലും, ഒരു മെഷീൻസ് വിചാരിച്ചാലും അത് കൂട്ടാൻ ഒക്കത്തില്ല. ഓക്കെ, ഇസ് ഫിക്സഡ്. 21 മില്യൺ എന്ന് പറഞ്ഞാൽ 21 മില്യണേ ഉള്ളൂ ബിറ്റ്കോയിൻ, അതിൽ കൂടുതൽ ഇല്ല. പിന്നെ ഏതൊരു മനുഷ്യൻ വിചാരിച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ബിറ്റ്കോയിൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ ഒക്കത്തില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് 1000 years ഇറ്റ് വിൽ ബി ഹിയർ. അതായത് എൻ്റെ അടുത്ത 100 തൊട്ട് 1000 കൊല്ലം നിങ്ങൾക്ക് ഈ ബിറ്റ്കോയിൻ ഇവിടെ കാണാനൊക്കും. ഇറ്റ്സ് എ ഹാർഡസ്റ്റ് വൺ. അതുകൊണ്ടാണ് നമ്മൾ ബിറ്റ്കോയിനെ ഹാർഡായിട്ടുള്ളൊരു മണിയാന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ്പ് അവർ വാല്യൂ ഇൻ സംവെയർ. അതായത് ഒരു ഹാർഡായിട്ടുള്ള ഒരു അസറ്റിൽ നമ്മുടെ വാല്യൂ നമ്മൾ കീപ്പ് ചെയ്യണം. നമുക്കിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മളൊരു എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? വേറൊരാൾക്ക് വേണ്ടി നമ്മുടെ ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് തിരിച്ച് കിട്ടുന്ന ഒരു എക്കണോമിക് വാല്യൂ ആണ് നമ്മുടെ ഈ ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത് സോഫ്റ്റ് മണിയാണ്. സോഫ്റ്റ് മണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ഈസിലി പ്രിൻറ്റ്. ഒരു മനുഷ്യനെ ഈസിയായിട്ട് അത് പ്രിൻറ്റ് ചെയ്യാൻ ഒക്കും. ഓക്കെ, ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് വേണ്ടി, അല്ല അവൻ നിർമ്മിക്കുന്ന പൈസയ്ക്ക് വേണ്ടി വേറൊരു മനുഷ്യൻ പണിയെടുക്കുക എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട സംഭവം ലോകത്തില്ല. ഒരു ഈസിയായിട്ട് അവന് പേപ്പർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാവിലെ വല്ല കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അവനുണ്ടാക്കുന്ന ആ പേപ്പർ മണിക്ക് വേണ്ടിയാണോ? നോ, ഈസ് എ സ്കാം ആക്ച്വലി. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഞാൻ ഇന്ന് കുറേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റിലൂടെ, ഇൻഫർമേഷനിലൂടെയാണ് പോകാൻ പോകുന്നത്. ദൈവം സഹായിച്ചാൽ എനിക്ക് എല്ലാ ഇൻഫർമേഷനിലൂടെയും പോകാൻ ഒക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോ ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ പലരുടെയും ലൈഫ് ചേഞ്ച് ചെയ്യാം. പലരുടെയും വിശ്വാസങ്ങൾ, ഇത്ര നാൾ ഉണ്ടാക്കി വെച്ചിരുന്ന വിശ്വാസങ്ങൾ തകർക്കാം. അല്ലെങ്കിൽ എല്ലാം ഒന്ന് തച്ചുടച്ച് പുതിയ രീതിയിലേക്ക്, പുതിയ ചിന്തകളിലേക്ക് നിങ്ങളെ പോകാൻ സഹായിക്കും. സംതിങ് വിൽ ഹാപ്പൻ. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അരമണിക്കൂർ കൊണ്ട് നിർത്താൻ ഒക്കും, അല്ലെങ്കിൽ മേ ബി ഇറ്റ് വിൽ ടേക്ക് 1 hour. ഞാൻ നിങ്ങളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ദിവസം 24 മണിക്കൂർ കിട്ടും. അതിൽ 1 മണിക്കൂർ ഇന്ന് എനിക്ക് വേണ്ടി ഒന്ന് ചിലവാക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ചിലവാക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സം ഇൻഫർമേഷൻ ഓഫ് 100% ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ഇഫ് യു അപ്ലൈ ടു യുവർ ലൈഫ്, ഇഫ് യു ട്രൈ ടു ലേൺ മോർ അബൌട്ട് ദിസ് തിങ്. ഓക്കെ, ഇപ്പോൾ ഹാർഡ് മണി, ഇപ്പോൾ യഥാർത്ഥത്തിൽ
ഇന്നേ വരെ 2009 മുന്നേ വരെ നമുക്കൊരു ഹാർഡ് മണി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ, നമുക്ക് ഈ പറയുന്ന ജോലിക്ക് പോയി കിട്ടുന്ന വാല്യൂ ഒരു ഹാർഡായിട്ടുള്ള അസറ്റിൽ വേണം സേവ് ചെയ്യാൻ. യഥാർത്ഥത്തിൽ നമുക്ക് ഹാർഡായിട്ടുള്ള അസറ്റ് ഇന്നേ വരെ ഇല്ല. ഗോൾഡ്, ഓഫ് കോഴ്സ് ഗോൾഡ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പൈസയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ ഹാർഡായിട്ടുള്ള മണിയിലാണെങ്കിൽ അതിനകത്തെ ആ ഒരു പൈസയിൽ നമ്മൾ കുറച്ച് ദൈനംദിനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും, ബാക്കി കുറച്ച് നമ്മൾ സേവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹാർഡായിട്ടുള്ള മണി ആയതുകൊണ്ടും അതിൻ്റെ വാല്യൂ കൂടുതലുള്ളതുകൊണ്ടും ഓരോ കൊല്ലം കഴിയും തോറും നമ്മൾ സേവ് ചെയ്തേക്കുന്ന പൈസയ്ക്കകത്തും നമുക്ക് കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ നോക്കും. പക്ഷെ നമുക്ക് കുറച്ച് പൈസ അതിന് സ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനഫായിട്ടുള്ള വെൽത്ത് ഉണ്ടാവും. ആ ഒരു വെൽത്ത് മണി യു ക്യാൻ ലീവ് ഓഫ് until you die. പക്ഷേ ഇവിടെ ഒരു സ്കാം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ ഗിവിങ് യു ഫിയറ്റ് കറൻസി, അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് 12-15% വീതമാണ് ഓരോ വർഷവും അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, യു വിൽ വർക്ക് അണ്ടിൽ യു ഡൈ. അതിനുവേണ്ടിയാണ് ഈ ഒരു പരിപാടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല, ഇതൊരു ഹ്യൂജ് ടോപ്പിക്കാണ്, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഹാർഡ് മണിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ഹാർഡ് മണി, ഈ പറയുന്ന ബിറ്റ് കോയിൻ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യരുത്. എന്തുകൊണ്ട് നിങ്ങളിത് സ്പെൻഡ് ചെയ്യരുതെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫുൾ വീഡിയോ. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇപ്പം US, കാനഡയിലൊക്കെ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഈ ബിറ്റ് കോയിൻ സ്പെൻഡ് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഓർക്കണം, 21 മില്യനേ ഉള്ളൂ. ഒരു അസറ്റ് ഒരു മണിയായിട്ട് കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഒത്തിരി വർഷങ്ങളെടുക്കും. ആദ്യമേ ഒരു മണി എന്ന് പറയുന്നത് ഒരു കളക്റ്റബിൾസ് ആയിട്ട് മാറും. 2009 മുതൽ 2013-12 വരെയൊക്കെ ഇതൊരു ബിറ്റ്കോയിൻ ഒരു കളക്റ്റബിൾസ് ആയിരുന്നു. എല്ലാവർക്കും ഒരു കൗതുകമുണർത്തുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അവരെന്തെങ്കിലും കളക്ട് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് പിടികിട്ടി, ഓക്കെ, ഈ ഒരു ബിറ്റ്കോയിൻ നിങ്ങൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഇഫ് യു ഹോൾഡ് ഫോർ അറ്റ്ലീസ്റ്റ് 4 ഇയർ, നിങ്ങളുടെ പർച്ചേസിങ്, അതായത് നിങ്ങളുടെ വാല്യൂ മൾട്ടിപ്പിളായിട്ട് വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഓക്കെ, ഇത് കളക്റ്റബിൾസ് മാത്രമല്ല, നമ്മുടെ വാല്യൂ, നമ്മുടെ എനർജിയും ടൈമും ഇതിനകത്ത് സേവ് ചെയ്യാമെന്ന് പഠിക്കുന്നു. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഓരോ 4 കൊല്ലം കഴിയും തോറും കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ആളുകൾ നോക്കിയപ്പോൾ ഇതെന്തിനു സ്പെൻഡ് ചെയ്യണം, എനിക്കിത് സേവ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെൽത്ത് മൾട്ടിപ്പിളായിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സേവിങ് ടെക്നോളജി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിറ്റ് കോയിൻ. അതായത് അക്യുമുലേഷൻ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രയും വേഗം ലോകത്തിലുള്ള 21 മില്യൺ മാത്രമുള്ള ഈ ഒരു അസറ്റ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ കൈവശമാക്കാൻ ശ്രമിക്കുക. അധികം ആളുകളൊന്നും അറിയാതെ ഇത് കൈവശമാക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഇതുമായിട്ടുള്ള എന്താണ് പറയുന്നത്, ആളുകളെ പേടിപ്പെടുത്തുന്ന ന്യൂസുകൾ പുറത്തോട്ട് വിടുക. അതിൻ്റെ പുറകിൽ മറിഞ്ഞിരുന്ന് നമുക്ക് കൂടുതൽ ഇത് ഹാർഡായിട്ടുള്ള ഈ കറൻസി, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഈ ഒരു ബിറ്റ് കോയിൻ നമുക്ക് അക്യുമുലേഷൻ ചെയ്യുക. എക്സാക്റ്റ് ഗെയിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അമേരിക്കയിൽ നമ്മുടെ US പ്രസിഡൻറ്റ് ട്രംപ് അനൗൺസ് ചെയ്യുന്നു ബിറ്റ് കോയിൻ സ്ട്രാറ്റജിക് റിസർവ്, അല്ലേ? അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, വൈറ്റ് ഹൗസിലെ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഒരു പേജിലാണ് ഫാക്ട് ഷീറ്റ് എന്ന് പറയും. അതിനകത്ത് പറയാൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമുക്ക് ആ ഫാക്ട് ഷീറ്റിലൂടെ പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. അതിനകത്ത് പറയുന്നത്, പ്രസിഡന്റ് ഡൊണാൾഡ് J. Trump signed an executive order to establish a strategic Bitcoin reserve and a US digital asset stockpile, okay, positioning the United States as a leader among nations in the government digital asset strategy. ഇവിടെ പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടി? സ്ട്രാറ്റജിക് ബിറ്റ് കോയിൻ റിസർവിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റുകളിലേക്ക് പോയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് എന്താണ്, ശ്രദ്ധിച്ചു വെക്കണം. ബിറ്റ് കോയിൻ, ദ ഒറിജിനൽ ക്രിപ്റ്റോ കറൻസി ഈസ് റെഫേർഡ് ടു ആസ് ഡിജിറ്റൽ ഗോൾഡ്. അതായത് യഥാർത്ഥത്തിൽ ബിറ്റ് കോയിൻ ആണ് ഒറിജിനൽ ക്രിപ്റ്റോ കറൻസി. അതിനെ അവർ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് എ ഡിജിറ്റൽ ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്, അല്ലെ? ഗോൾഡ് നമുക്ക് അറിയാം ഫിസിക്കലാണ്. അതിൻ്റെ ഡിജിറ്റൽ വെർഷനായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഗോൾഡ് ഒരു റിസർവ് അസറ്റായിട്ട് US-ലുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഗോൾഡ് ഒരു റിസർവ് അസറ്റാണ്. ഇപ്പോൾ അമേരിക്കയാണ് ആദ്യമായിട്ട് ബിറ്റ് കോയിൻ ഒരു റിസർവ് അസറ്റായിട്ട്
അതിനുള്ള അനുമതി കൊടുക്കുന്നത്. ഓക്കെ, ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ഈ സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 21 മില്യൺ ബിറ്റ്കോയിനേ ഉള്ളൂ. ആൻഡ് സെക്യൂരിറ്റി, ഞാനീ പറയുന്ന വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന അവർ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ കൊടുത്തേക്കുന്ന ഈ ഫാക്ട് ഷീറ്റാണ്. ഇറ്റ് വിൽ ബി ഹിയർ ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, നിങ്ങൾക്കിത് വായിക്കാൻ പോകാം. അപ്പോൾ അവർ കൊടുക്കുന്ന ഓരോ വേർഡിനും തൂക്കം കൊടുത്തിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ അവർ പറയുന്ന ഓരോ വേർഡ്സിലൂടെയും നമ്മൾ പോകണം. അവർ പറയുന്നത് എന്താണ്? ബിറ്റ്കോയിൻ ഈസ് ദ ഒറിജിനൽ ക്രിപ്റ്റോ കറൻസി ഈസ് റെഫേർഡ് ടു ആസ് ഡിജിറ്റൽ ഗോൾഡ് ബിക്കോസ് ഓഫ് ഇസ് സ്കേഴ്സിറ്റി ആൻഡ് സെക്യൂരിറ്റി. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ? എന്തൊക്കെയാണ്? സ്കേഴ്സിറ്റി 21 മില്യൺ, സെക്യൂരിറ്റി ഓക്കെ, ഹാവിങ് നെവർ ബീൻ ഹാക്ഡ്, ഇന്നേ വരെ അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല നെറ്റ്വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? താഴെ അതിനെക്കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നു. വിത്ത് എ ഫിക്സഡ് സപ്ലൈ ഓഫ് 21 മില്യൺ കോയിൻസ് there is a strategic advantage to being among the first nations to create a strategic reserve asset. ഈ ഒരു ബിറ്റ്കോയിൻ 21 മില്യനേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു അസറ്റാക്കി മാറ്റിയ ആദ്യ നേഷൻസ് ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള സെപ്പറേറ്റ് ഗുണങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? 21 മില്യനുള്ള ആരിത് ആദ്യം തുടങ്ങുന്നോ അവർക്ക് മുൻഗണന, അവർക്ക് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ഗുണങ്ങളുണ്ടാവും. നിങ്ങൾക്കറിയാം മൈക്കിൾ സെയ്ലർ MSTR അല്ലെങ്കിൽ സ്ട്രാറ്റജിയുടെ ഓണർ, കമ്പനിയുടെ ഓണർ, അദ്ദേഹം ആദ്യം 2021 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2020 മുതലാണെന്ന് തോന്നുന്നു ഹി സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ബിറ്റ്കോയിൻ. ഇപ്പോൾ ഏകദേശം 500,000 ബിറ്റ്കോയിൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഇനി ലോകത്തിലെ ഒരു കമ്പനിക്കും ഒക്കത്തില്ല. മാത്തമാറ്റിക്കലി ഇസ് ഇംപോസിബിൾ. അതായത് മൊത്തം ബിറ്റ്കോയിൻ്റെ അറൗണ്ട് 2.4% 21 മില്യൻ്റെ 2.4% ബിറ്റ്കോയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലുണ്ട്. അത് ഇനി ഏകദേശം 10 കൊല്ലത്തിനുള്ളിൽ സ്ട്രാറ്റജി ആയിരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പനിയാകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കറൻ്റ്ലി ഹോൾഡ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ബിറ്റ്കോയിൻ ബട്ട് ഹാസ് നോട്ട് മാക്സിമൈസ്ഡ് ഈ സ്ട്രാറ്റജിക് പൊസിഷൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോൾ കറൻ്റ്ലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ബിറ്റ്കോയിൻ കൈവശമാക്കിയിട്ടുണ്ട്. ബട്ട് ഹാസ് നോട്ട് മാക്സിമൈസ്ഡ് സ്ട്രാറ്റജിക് പൊസിഷൻ. അതായത് അവിടെ തീരുന്നില്ല, ഇനിയും അത് അക്യുമുലേഷൻ ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആസ് എ യുണീക് സ്റ്റോർ ഓഫ് വാല്യൂ ഇൻ ദ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം. പറഞ്ഞിട്ടുള്ള ആസ് എ യുണീക് സ്റ്റോർ ഓഫ് വാല്യൂ ഇൻ ദ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സിസ്റ്റം. നമ്മുടെ നാട്ടിൽ വാർത്താ മാധ്യമങ്ങൾ ബിറ്റ്കോയിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. നിങ്ങളെടുത്ത് സംശയമുണ്ടെങ്കിൽ എടുത്ത് സെർച്ച് ചെയ്തോ. പറയുന്നത് ബിറ്റ്കോയിനെ കുറിച്ച്, സ്കാമിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലേ. അവർ അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ സ്കാം. ഇത് പറയുന്നവന് പോലും ഇതിനെക്കുറിച്ച് വിവരമില്ല, അതിനെ മര്യാദയ്ക്ക് എഴുതാൻ പോലും അറിയത്തില്ല. അപ്പോൾ ഇവന്മാരാണ് ഈ പറയുന്നത്. എവിടെ നിന്നൊക്കെയോ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന വാർത്തകളും ഹെഡിങ്ങിലും ഒക്കെ നോക്കിയിട്ട് ഓരോരോ വീഡിയോസും കാര്യങ്ങളും ആളുകളെ പേടിപ്പിക്കുക. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? സോ ഹിയർ ഇറ്റ്സ് സെയിങ് പ്രിമച്വർ സെയിൽസ് ഓഫ് ബിറ്റ്കോയിൻ. അതായത് ഇവിടെ പറയുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നപ്പോൾ ഏകദേശം 200 ലക്ഷം ബിറ്റ്കോയിൻ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ലക്ഷമാണെന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞ് പ്രിമച്വർ സെയിൽസ് ഓഫ് ബിറ്റ്കോയിൻ ഹാവ് ഓൾറെഡി കോസ്റ്റ് US ടാക്സ് പേയേഴ്സ് ഓവർ 17 ബില്യൺ. അതായത് ആ 2 ലക്ഷം ബിറ്റ്കോയിൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഏകദേശം 17 ബില്യൺ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായേനെ. ഓക്കെ, സോ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായിട്ടുള്ള US ഒരു ബിറ്റ്കോയിൻ റിസർവ് അസറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഓയിൽ റിസർവ് അസറ്റാണ്, ഗോൾഡ് റിസർവ് അസറ്റാണ്. അങ്ങനെ റിസർവ് അസറ്റ് വളരെ പരിമിതിപ്പെട്ട സാധനങ്ങൾ മാത്രമേ റിസർവ് അസറ്റായിട്ട് കണക്കാക്കപ്പെടൂ. അങ്ങനെ ബിറ്റ്കോയിൻ റിസർവ് അസറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ നോക്കണം. US പോലുള്ള രാജ്യങ്ങൾ അതിനെ റിസർവ് അസറ്റ് ആക്കാൻ ഉണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ കൊണ്ടുള്ള അവർ റിസർച്ച് ആയിരിക്കും അത്. അല്ലാതെ ചുമ്മാതെ നാളെ വന്ന ഒരു റിസർവ് അസറ്റ് ഒന്നും ആക്കില്ല. അവർ എത്ര വർഷങ്ങൾ കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതെന്താണ്,
ഇതെന്തായി മാറാൻ വേണ്ടി പോവുകയാണ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഇനി എന്ത് ഈ ലോകത്തിലെ എങ്ങനെ ഇതിനെ വിഴുങ്ങാൻ പോകുന്നു, ലോകത്തെല്ലാം ഇതെല്ലാം സ്റ്റഡി ചെയ്ത് ഇതിൻ്റെ പുറകിൽ എത്രമാത്രം റിസർച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ വേർഡും നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, ഹിയർ ഇസ് സെയിങ് the United States will not sell Bitcoin deposited into this strategic Bitcoin reserve, which will be maintained as a store of reserve assets. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഹിയർ they say the government will not acquire additional assets for the US digital asset stockpile. ഈ സ്റ്റോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്, ഈ പറഞ്ഞ XRP അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അവരും അത് അക്യുമുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നത് സോ ദേ സെയിങ് ആ ഒരു ഡിജിറ്റൽ സ്റ്റോക്ക് പൈൽ അവർ വിറ്റേക്കാം നാളെ എന്നവർ പറയുന്നുണ്ട്. അവർ ഒരിക്കലും ഇനി കൂടുതൽ ഡിജിറ്റൽ അസറ്റ് അവർ അക്യൂർ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഓക്കെ, ഹിയർ ഇറ്റ്സ് സെയിങ് ദ സെക്രട്ടറി ഓഫ് ട്രഷറി മേ ഡിറ്റർമൈൻ ദ സ്ട്രാറ്റജീസ് ഫോർ റെസ്പോൺസിബിൾ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ സെയിൽസ് ഫ്രം ദ US ഡിജിറ്റൽ സ്റ്റോക്ക് പൈൽ. ഈ US ഡിജിറ്റൽ സ്റ്റോക്ക് പൈൽ എന്ന് പറയുന്നത് ബിറ്റ്കോയിനെ കുറിച്ചല്ല. നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണാം, ഇവിടെ എന്താണ് കൊടുത്തേക്കുന്നത്? ക്രിയേറ്റിംഗ് എ സ്ട്രാറ്റജിക് ബിറ്റ്കോയിൻ റിസർവ് ആൻഡ് ഡിജിറ്റൽ സ്റ്റോക്ക് പൈൽ. അതായത് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിന് റിസർവ് അസറ്റായിട്ട് അംഗീകരിച്ചു, മാത്രമല്ല അതിനപ്പുറത്ത് ഒരു ഡിജിറ്റൽ സ്റ്റോക്ക് പൈൽ ഉണ്ട്, അതിനകത്ത് XRP അങ്ങനെയുള്ള കുറേ ഡിജിറ്റൽ കറൻസീസ് ഉണ്ട് വേറത്. അപ്പോൾ ആ ഡിജിറ്റൽ കറൻസീസ് നാളെ സെല്ല് ചെയ്തേക്കാം. ഇപ്പോൾ എന്താണോ ഉള്ളത് അത് മാത്രമേ മേടിക്കൂ, കൂടുതലൊന്നും മേടിക്കുന്നില്ല. ഓക്കെ, അവർ മേടിച്ചതല്ല ആ ബിറ്റ്കോയിൻ. അതെങ്ങനെയാണ് ആ ഡിജിറ്റൽ കറൻസി അതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറി ദാറ്റ് വാസ് forfeited in criminal or civil asset proceedings. അപ്പം ഒരു ക്രിമിനൽ ഇഷ്യൂസായിട്ട് വന്നപ്പോൾ അവരുടെ കയ്യിൽ എത്തിപ്പെട്ട ആ സ്റ്റോക്ക് പൈൽ, അതായത് ആ ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസീസ് ഇനി പുതിയതായിട്ടൊന്നും മേടിക്കുന്നില്ല. ബിറ്റ്കോയിൻ ഉള്ളത് മാത്രമേ ഡിജിറ്റൽ കറൻസീസ് ഉള്ളത് മാത്രമേ ഇനി സൂക്ഷിക്കുന്നുള്ളൂ. വേണ്ടി വന്നാൽ നാളെ അത് വിൽക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇനി വിൽക്കുന്നില്ല, ഇനി അത് കൂടുതൽ അക്യുമുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ US ഇത്രയും ഒരു കാര്യം പബ്ലിക്കലി വന്ന് ഈ മാർച്ച് 6 അനൗൺസ് ചെയ്യുമ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നു. UAE, ഖത്തർ, ചൈന, റഷ്യ, സിംഗപ്പൂർ, ഇന്ത്യ, എല്ലാ രാജ്യങ്ങളും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കും. ഇത്രയും നാൾ ബിറ്റ്കോയിനെ പറഞ്ഞ് ബിറ്റ്കോയിൻ സ്കാമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമുകൾ ഇപ്പോൾ വന്ന് ബിറ്റ്കോയിൻ ഡിജിറ്റൽ അസറ്റാക്കി റിസർവ് ആക്കാൻ വേണ്ടി പോകുന്നു. സംതിങ് ഈസ് ദെയർ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഗോ ആൻഡ് സ്റ്റഡി ബിറ്റ്കോയിൻ ആൻഡ് വി ആൾസോ നീഡ് ബിറ്റ്കോയിൻ റിസർവ് അസറ്റ് അല്ലേ? എന്താണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള തിടുക്കത്തിലായിരിക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അക്യുമുലേഷൻ ഗെയിം ആയിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലരും ആലോചിക്കും, ഈ ട്രംപ് ഇങ്ങനെ ഒന്ന് അനൗൺസ് ചെയ്തിട്ട് എന്തുകൊണ്ട് ബിറ്റ്കോയിൻ അനങ്ങുന്നില്ല? ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. അതായത് അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ ഈ സാധനങ്ങൾ പൊങ്ങാറില്ല. ഇറ്റ് വിൽ ടേക്ക് 1 to 3 months ആണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് വരാൻ വേണ്ടിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് സ്കൈ റോക്കറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വിത്തിൻ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. ഇത് സാധാരണ ഒരു ഗ്രോത്ത് ആയിരിക്കത്തില്ല. ഇറ്റ് വിൽ ബി എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. $millions വളരെ ഈസി ആയിട്ട് ഇത് കുതിച്ചു വരും. മനസ്സിലാണ്. കാരണം എന്താണ് അവർ പറയുന്നുണ്ട്? ഇസ് എ യുണീക്ക് അസറ്റ്, സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെ? യുണീക്ക് സ്റ്റോർ ഓഫ് വാല്യൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഡോണ്ട് സെൽ യുവർ ബിറ്റ്കോയിൻ ഫോർ ബൈയിങ് ദോസ് കൈൻഡ് ഓഫ് ഷിറ്റ്സ്. ഓക്കെ, അത് വളരെ പവിത്രമായിട്ടുള്ള വളരെ മൂല്യമുള്ള അസറ്റാണ് ബിറ്റ്കോയിൻ. മനസ്സിലാവുന്നുണ്ടോ? അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എനിക്ക് ബിറ്റ്കോയിൻ എന്താണ് പറയാൻ നോക്കും, ഒത്തിരി രീതിയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ, ഇൻഫർമേഷൻ തരാൻ നോക്കും, എഡ്യൂക്കേഷൻ തരാൻ നോക്കും, നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബിറ്റ്കോയിനെ കുറിച്ച് ഓക്കെ നിങ്ങൾ പറയാം, ഓക്കെ ബിറ്റ്കോയിൻ 21 മില്യനേ ഉള്ളൂ, ഓക്കെ അത് മനസ്സിലായി, സേഫസ്റ്റ് ആണ്, സോ വാറ്റ് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവായിരിക്കും. അത് എന്തുകൊണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിന്താഗതി എന്താണ് യഥാർത്ഥ ബിറ്റ്കോയിൻ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം തേടേണ്ടി വരും. ഒന്ന്, എന്താണ് മണി?
ഒന്നാമത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്താണ് മണി, എന്തിന് മനുഷ്യൻ മണി ക്രിയേറ്റ് ചെയ്തു, എങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ, വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബിറ്റ് കോയിൻ. ആ നിമിഷം യു വിൽ ഓ മൈ ഗോഡ്, സോ ദാറ്റ് ഈസ് ദ റിയൽ മണി, റൈറ്റ്? ദാറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് മണി. അതായത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മണി ബിറ്റ് കോയിൻ ആണെന്ന് നിങ്ങൾക്ക് അപ്പം സ്ട്രൈക്ക് ചെയ്യും. സെയിം തിങ് ഹാപ്പൻ ടു മീ. ഇതായിരുന്നപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവം, ഇതാണ് നമ്മൾ ഇത്രയും നാൾ മനുഷ്യൻ ആഗ്രഹിച്ച് നടന്ന റിയൽ മണി. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം, യു ഹാവ് ടു പുട്ട് യുവർ ടൈം ആൻഡ് എനർജി ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്സ്. എനിക്ക് അതിൻ്റെ പ്രതലത്തിലൂടെ, അതിൻ്റെ പുറമേ രീതിയിൽ എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കൂ. ഈ ഇൻഫർമേഷൻ, ഈ ഒരു എഡ്യൂക്കേഷൻ തരാൻ നോക്കൂ. നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ, സോ ഇമാജിൻ, ലോകത്ത് ഞാൻ പറഞ്ഞു 21 മില്യൺ ബിറ്റ് കോയിനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ 21 കോളം ഉണ്ടാക്കാൻ വേണ്ടി 1 2 3 4 5 6 7, ഇത് 23 3 4 5 6 7 23 സ്ക്വയർ അതിനകത്തുണ്ട്. 21 സ്ക്വയറിനെന്ന് വെച്ചോ. ഓരോന്നും ഓരോ മില്യൺ ആണെന്നിരിക്കട്ടെ. ഓരോ മില്യൺ, അതായത് 21 മില്യൺ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്കറിയാം, ലോകത്തിപ്പോൾ ഏകദേശം 8 ബില്യൺ ജനങ്ങളുണ്ട്. ലോകത്തെ മൊത്തം പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ബില്യൺ ജനങ്ങളുണ്ട്. ആ 8 ബില്യൺ ജനങ്ങൾക്കും കൂടി 21 മില്യൺ ബിറ്റ് കോയിനേ ഉള്ളൂ. അതായത് 21 മില്യൺ ബിറ്റ് കോയിനകത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി സൂക്ഷിക്കാൻ നോക്കൂ. അത് ആദ്യം ആര് കൈവശപ്പെടുത്തുന്നുണ്ടോ അവർക്ക് അതിനകത്ത് എനർജി, അവരുടെ വാല്യൂ സൂക്ഷിക്കാൻ നോക്കും. 21 മില്യൺ ഉള്ളൂ. അതിനുവേണ്ടി, അതുകൊണ്ടാണ് ഈ ലോകം ഈ ഒരു സ്പേസിന് വേണ്ടി, ഈ പറയുന്ന സൈബർ സ്പേസിന് വേണ്ടി ഈ നെട്ടോട്ട് ഓടുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ലോകത്തുള്ള 8 ബില്യൺ ജനങ്ങൾ വെളിയിലുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ലോകത്ത് 21 മില്യൺ വീടേ ഉള്ളൂ എന്നിരിക്കട്ടെ, ഹൗസ്. 21 മില്യൺ വീടേ ഉള്ളൂ ലോകത്ത്. 8 ബില്യൺ ജനങ്ങളുണ്ട്. ഓക്കെ, ഈ 8 ബില്യൺ ജനങ്ങളിൽ 21 മില്യൺ ആളുകൾക്ക് ഓരോ വീട് വീതം കിട്ടും. അതായത് 21 മില്യൺ വീടേ ഉള്ളൂ ലോകത്തുനിന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 ബില്യൺ ജനങ്ങളുണ്ട് ഇപ്പോൾ, അല്ലേ? ആ 8 ബില്യൺ ജനങ്ങളിൽ 21 മില്യൺ ആളുകൾക്ക് മാത്രമേ ഈ വീട് കിട്ടൂ. ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വീടായിട്ട് നിങ്ങൾക്ക് മേടിക്കണ്ട. ഇപ്പോൾ നമുക്കൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ പൈസ ആയിട്ട് പോകണം, അല്ലേ? അപ്പോൾ ഓരോ സ്ക്വയർ ഫീറ്റ് വീതം നമുക്ക് മേടിക്കാൻ നോക്കൂ, ഇല്ല. നമുക്ക് ആ മൊത്തം പ്ലോട്ട് നമുക്ക് മേടിക്കേണ്ടി വരും. ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആ 21 മില്യൺ വീടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്ക്വയർ ഫീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ നോക്കും, ഓരോ സ്ക്വയർ ഫീറ്റ്. അതായത് ഈ ഒരു വീടിന് 100 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് നോക്കുക, 100 മില്യൺ സ്ക്വയർ ഫീറ്റ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിറ്റ് കോയിനകത്ത് 100 മില്യൺ സതോഷി ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു രൂപയ്ക്കകത്ത് 100 പൈസ ചേരുന്നതാണ് 1 രൂപ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളതിന് 100 പൈസ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബിറ്റ് കോയിനകത്ത് 100 മില്യൺ സതോഷി ഉണ്ട്. അതിന് ചെറിയ പൈസയ്ക്ക് നമ്മൾ വിളിക്കുന്ന പോലെ അതിനെ സതോഷി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സാറ്റ്സ് എന്ന് പറയാറുണ്ട്. SATS, സാറ്റ്സ്. 100 മില്യൺ സാറ്റ്സ് അടങ്ങുന്നതാണ് ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു പറയുന്ന ഒരു വീടിന് ഈ പറയുന്ന 100 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ സ്ക്വയർ ഫീറ്റും കുറേ പൈസയ്ക്ക് വീതം മേടിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഈ തെരുവിലാണ് ഇപ്പോൾ ആളുകൾ കടന്നുറങ്ങുന്നത്. അവർക്ക് വീടില്ല, തെരുവിലാണ്. അവർക്ക് എന്ത് ചെയ്യണം? അവർ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന പൈസ കുറേശ്ശെ എടുത്തിട്ട് ഓരോ സ്ക്വയർ ഫീറ്റ്, ചെറിയ സ്ക്വയർ ഫീറ്റ് വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങുന്നിരിക്കട്ടെ. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആരാണോ അത്യാവശ്യം ഒരു വീട് കൈക്കലാക്കുന്നത്, അതായത് ഹീ ഗോട്ട് ദ ഫ്രീഡം, ഹീ ഗോട്ട് ഇനഫ് ബിറ്റ് കോയിൻ, അല്ലെങ്കിൽ ഇനഫ് സ്ക്വയർ ഫീറ്റ്, ഒരു വീടിനുള്ള മൊത്തം സ്ക്വയർ ഫീറ്റായി. സോ വാട്ട് ഹീ ക്യാൻ ഡു, ഹീ ക്യാൻ മൂവ് ടു ദിസ് ഹോം. ആ 21 മില്യനകത്ത് ഒരു വീടിനകത്തോട്ട് അദ്ദേഹത്തിന് മാറാൻ, കാരണം ഹീ ഗോട്ട് ദ ഫ്രീഡം. he was slowly accumulating the square feet, that 100 million square feet. 100 million square feet accumulation ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീടായി. സോ ഈ മൂവിങ് ഇൻ ടു ദിസ് ഹോം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഈ തെരുവിൽ താമസിക്കുന്നു,
അപ്പോൾ ഈ കഷ്ടപ്പെട്ട് എനർജി സേവ് ചെയ്ത് അവൻ ഫ്രീഡം കൈവരിക്കുന്നു, അവൻ ഒരു വീട്ടിലേക്ക് കൈമാറുന്നു. ഇമാജിൻ. സോ അവൻ ഈ വീട് കിട്ടിക്കഴിഞ്ഞിട്ട് സോ വിൽ ഹി സെൽ ദിസ് ഹോം ഫോർ ബൈയിങ് ബ്രെഡ് ആൻഡ് മിൽക്ക്? അങ്ങനെയാണെന്നെങ്കിൽ ഹിൽ ഗോ ബാക്ക് ടു ദിസ് സ്ട്രീറ്റ്, അല്ലെങ്കിൽ തെരുവിലേക്ക് അവൻ തിരിച്ചു പോകേണ്ടി വരും. സോ വിൽ ഹി സെൽ ഇറ്റ്, ദിസ് പ്രീഷ്യസ് അസെറ്റ്? ഇവനത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഇവനൊരു വീട് സെല്ല് ഹി വിൽ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക്, നെവർ എവർ. കാരണം ഇവിടെ 8 ബില്യൺ പീപ്പിൾ ഉണ്ട്, അവർക്കെല്ലാം വീട് വേണം. വൺസ് ഹി ഗെറ്റ് ഇറ്റ്, ഹി വിൽ നെവർ സെൻഡ് ഇറ്റ്. He will never sell it for this groceries, for the eggs, for the gas filling, for the vacations. Use those things use fiat currencies for those things. For shopping, groceries, those kind of things. You save in Bitcoin, you use your fiat. Your excess fiat will come to or move to Bitcoin, the hardest money. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു വീട് അവൻ മേടിച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ കുറേ ഭാഗമായിട്ട് അവൻ വിൽക്കുമോ ബ്രെഡിനും പാലിനും വേണ്ടി? നോ. ഇഫ് യു സെൽ ഇറ്റ്, ഹി വിൽ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക്, നെവർ എവർ ഗെറ്റ് ഇറ്റ് ബാക്ക്. അണ്ടർസ്റ്റാൻഡ്? ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഹാർഡ് മണിയുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു. നിങ്ങൾ സേവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ പർച്ചേസിങ് പവർ മൾട്ടിപ്പിളായിട്ട് കൂടുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, see here. ഇത് ഞാൻ നിങ്ങളെ പലപ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2016 US-ൽ let me take my brush. ഓക്കെ, 2016 US-ൻ്റെ US-ഉള്ള ആവറേജ് വീടിൻ്റെ വില എന്ന് പറയുന്നത് $2,88,400 ഒരു വീടിൻ്റെ ആവറേജ് വീടിൻ്റെ വില എന്ന് പറയുന്നത്. ഈ 2016 ബിറ്റ്കോയിൻ്റെ വിലയ്ക്ക് ബിറ്റ്കോയിൻ കൊടുത്ത് ഈ 2,88,000 വീട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് 664 ബിറ്റ്കോയിൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ 2020 ഈ 2,88,000 എന്ന് പറയുന്നത് 3,28,900 രൂപയായി. അതായത് ഈ സെയിം വീട് തന്നെയാണ് കേട്ടോ. ഈ സെയിം വീട് 2020 3,28,000 കൂടി അതിൻ്റെ വില. അപ്പോൾ ബിറ്റ്കോയിന് ഈ 3,28,000 വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ വെറും 45 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. പക്ഷെ 4 കൊല്ലങ്ങൾക്ക് മുന്നേ 664 ബിറ്റ്കോയിൻ കൊടുക്കണമാരുടെ സ്ഥാനത്ത് 2020 45 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. 2024 പോകുമ്പോൾ ഈ ആവറേജ് വീടിൻ്റെ വില എന്ന് പറയുന്നത് 4,34,000 മാറി. ഇത് കൂടി. അതേ വീടിൻ്റെ വില തന്നെയാണ് കേട്ടോ. അപ്പം ഈ 2016 നിന്ന് 2024 എത്തുമ്പോഴത്തേക്ക് ആ വീടിന് പഴക്കമുണ്ട് അല്ലേ? പക്ഷെ എന്നിരുന്നാലും വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് വാല്യൂ കൂടുമല്ല, ഇതിൻ്റെ വാല്യൂ കുറയുവാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലേഷൻ ഇസ് ഹാപ്പനിങ്. അപ്പോൾ അതേ വീട് 2024 മേടിക്കണമെന്നുണ്ടെങ്കിൽ 4.8 ബിറ്റ്കോയിൻ മതി. അപ്പോൾ ഇനി 2028 ചിലപ്പോൾ ഈ വീടിൻ്റെ വില 500K ആയിരിക്കാം. അന്നേരം നിങ്ങൾക്ക് ചിലപ്പോൾ 1 ബിറ്റ്കോയിൻ കൊടുത്താൽ മതിയായിരിക്കും. ഇത് 500K ആയിരിക്കും വീടിൻ്റെ വില. ആ സമയത്ത് നിങ്ങൾക്ക് അതേ വീടിൻ്റെ വില 1 BTC കൊടുത്താൽ മതിയായിരിക്കും. ഇമാജിൻ 2032 ചിലപ്പോൾ വീടിൻ്റെ വില 600K ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 0.05 അര ബിറ്റ്കോയിൻ പോലും കൊടുക്കേണ്ട കാര്യമില്ലായിരിക്കും 2032 അതേ വീട് മേടിക്കാൻ. അപ്പോൾ ആലോചിക്കണം, വീട് മേടിക്കാൻ വേണ്ടി സേവ് ചെയ്യുന്നവൻ, ഇപ്പോൾ ഒരാൾ ഒരു വീട് മേടിക്കാൻ വേണ്ടി സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വീടിൻ്റെ വില കൂടി. അവൻ വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും, വീണ്ടും വില കൂടി, വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും, വീണ്ടും വില കൂടി, വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും. അവനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു വീടിന് വേണ്ടി. അതേസമയം വീടിന് വേണ്ടി ബിറ്റ്കോയിനിൽ സേവ് ചെയ്യുന്നവൻ്റെ കാര്യം എന്ത് പറ്റും? 664 ബിറ്റ്കോയിൻ ഉണ്ട് അവന് 2016 വീട് മേടിച്ചില്ല. അവനറിയാം ബിറ്റ്കോയിൻ അവൻ്റെ വാല്യൂ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെ വാല്യൂ കുറഞ്ഞു വരും ബിറ്റ്കോയിനിലേക്ക്. അപ്പോൾ 2020 വരുമ്പോഴത്തേക്ക് അവന് ഈ 664 നിന്ന് വെറും 45 ബിറ്റ്കോയിൻ ചിലവാക്കി കഴിഞ്ഞാൽ അവനത് ഈ വീട് മേടിക്കാനൊക്കും. അവൻ അന്തരവും സെല്ല് ചെയ്യുന്നില്ല. ഈ 2024 വരുമ്പോൾ
ഈ 664 നിന്ന് വെറും 4.8 ബിറ്റ് കോയിൻ ചിലവാക്കിയാൽ മതി ആ ഒരു വീട് മേടിക്കാൻ. അവൻ അന്നേരവും അത് ബിറ്റ് കോയിൻ കൊടുക്കുന്നില്ല. 2028 അവൻ ആഗ്രഹിക്കുന്നത് ഒരു ബിറ്റ് കോയിൻ മാത്രം ഈ 664 നിന്ന് കൊടുത്താൽ മതി അവൻ അതേ വീട് കിട്ടാൻ വേണ്ടി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞ സാധനം. ഇത് നിങ്ങൾ ഗ്രോസറി മേടിക്കാനും പാൽ മേടിക്കാനും വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് തോന്നുന്നു 2000 വർഷം എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു വ്യക്തി ഒരു പിസ്സ മേടിക്കാൻ വേണ്ടി ചിലവാക്കിയത് 10,000 ബിറ്റ് കോയിനാണ്. 10,000 ബിറ്റ് കോയിൻ ഒരു പിസ്സയ്ക്ക് വേണ്ടി. ഇന്ന് ആ ബിറ്റ് കോയിൻ്റെ വാല്യൂ എത്രയാണ് ഈ 10,000 ബിറ്റ് കോയിന്? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പിസ്സയാണ് പുള്ളി മേടിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ അതിനെ ഇടവരുത്തരുത്. ലോകത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ മുട്ടയോ ഗ്രോസറിക്കോ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ബിറ്റ് കോയിൻ നിങ്ങൾ ചിലവാക്കുമ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് ലോകത്തിലെ ഏറ്റവും അമൂല്യമുള്ള അല്ല വിലയുള്ള ഗ്രോസറി ആയിരിക്കും നിങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബിറ്റ് കോയിൻ ഒരിക്കലും പർച്ചേസിങ്ങിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇറ്റ്സ് എ സേവിങ് ടെക്നോളജി. അതൊരു സേവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റിലേക്ക് പോവാം. ഓക്കെ, ലോകത്ത് മൊത്തത്തിൽ ഏകദേശം 330 ട്രില്യൺ വില വരുന്ന റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ലോകത്ത് മൊത്തം. ലോകത്തിലെ മൊത്തം റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ ആണെങ്കിൽ ഏകദേശം 330 ട്രില്യൺ വരും. സത്യം പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 600 ട്രില്യണെങ്കിലും വരും. ഇത് 300 ട്രില്യനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 330 ഏകദേശം പുതിയ കണക്കനുസരിച്ച് 330 ട്രില്യനോളം ലോകത്തിലെ മൊത്തം റിയൽ എസ്റ്റേറ്റ് വരും. ഇതിൻ്റെ ഭൂരിഭാഗവും ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൻ്റെ ഭൂരിഭാഗവും ആളുകൾ ഇതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് മേടിച്ചേക്കുന്ന ആളുകളാണ്. അതിനെ വീടായിട്ട് താമസിക്കാൻ വേണ്ടിയല്ല, കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മേടിച്ചേക്കുന്ന ആളുകളാണ്. അവരെ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേബി ബൂമേഴ്സ് എന്ന് പറയുന്നത്. ബേബി ബൂമേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1946-ൻ്റെയും 1964-ൻ്റെയും ഇടയിലായിട്ട് അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ ജനിച്ച ആളുകളെയാണ് നമ്മൾ ബേബി ബൂമേഴ്സ്, ഈ ജനറേഷനിൽ ജനിച്ച ആളുകളെയാണ് ബേബി ബൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർക്കിപ്പോൾ ഏകദേശം 61 മുതൽ 79 വയസ്സ് വരെ ഇപ്പം പ്രായമായി കാണും. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രായത്തിലാണ് ഈ ആളുകളാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് കൈവശമാക്കി വെച്ചേക്കുന്നത്. അവർ അത് കൈവശമാക്കുകയും അവർ ഒരിക്കലും സെല്ല് ചെയ്തിട്ടില്ല, അവരുടെ പിൻതലമുറയ്ക്ക് കൊടുക്കുകയോ ചെയ്തിട്ടുള്ളൂ. അവർ നെവർ സെൽ ഇറ്റ്. കാരണം അവർക്കറിയാം ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. അവരെന്ത് ചെയ്യും? അവരിതിൻ്റെ വാല്യൂ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ ബോറോ ചെയ്ത് ജീവിക്കും. അവരുടെ മക്കൾക്ക് കൊടുക്കും, മക്കൾ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യും. അപ്പോൾ ഇവർക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ബേബി ബൂമേഴ്സ് ഉണ്ട്. മില്ലിനിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1970-ൻ്റെയും 2000-ൻ്റെയും ഇടയിൽ ജനിച്ച ആളുകളെയാണ്. 70-ലോ അല്ലെങ്കിൽ 2000 വരെയോ ജനിച്ച ആളുകളെയാണ് ഈ മില്ലിനിയൽസ് എന്ന് പറയുന്നത്. അവരുടെ ഏജ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഏകദേശം 29 തൊട്ട് 44 വയസ്സ് വരെ അവർക്ക് കാണാൻ നോക്കും. ഇവരാണ് ലോകത്തിൽ ഏറ്റവും ഇപ്പം ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് റിയൽ എസ്റ്റേറ്റ് മേടിക്കാൻ ഒക്കുന്നില്ല, എങ്ങും വീട് മേടിക്കാൻ ഒക്കുന്നില്ല. കാരണം ഇതിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെ പ്രൈസ് ഹ്യൂജായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കയ്യിൽ നിൽക്കാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ബേബി ബൂമേഴ്സ് സമയങ്ങളിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വിലയൊക്കെ ഏകദേശം 41,000-40,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് വീടിൻ്റെ വില അവരുടെ ഇയർലി സാലറി എന്ന് പറയുന്നത് 20,000 തൊട്ട് 21,000 ഒക്കെയാണ്. അതായത് 2 കൊല്ലത്തെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു റിയൽ എസ്റ്റേറ്റ് മേടിക്കാം. ഓക്കെ, ആ സമയങ്ങളിൽ ഇന്ന് ഒരു ആവറേജ് ഫാമിലിയുടെ സാലറി എന്ന് പറയുന്നത് 50K ആണ്. പക്ഷേ വില എന്ന് പറയുന്നത് 450 to 500K വരെയാണ് വീടിൻ്റെ വില. അപ്പോൾ എത്രമാത്രം അല്ലെങ്കിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. ഇത് രണ്ടാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മില്ലിനിയൽസ് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മുഴുവനും ബേബി ബൂമേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിൻ്റെ ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഓക്കെ, പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും
നിക്സൺ ഷോക്ക് എന്ന് പറയുന്നത്. അതായത് 1971 US അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള റിച്ചാർഡ് നിക്സൺ ഒരു രാത്രിയിൽ വന്ന് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നു. ഓക്കെ, നമുക്കിതിനെക്കുറിച്ചൊരു ടോപ്പിക്ക് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് പെട്ടെന്ന് അതിനകത്തൂടെ ഒന്ന് പോയിട്ട് വരാം. ഒരു 1971 വന്നിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നു. ഇനി മുതൽ ഡോളർ ഗോൾഡുമായിട്ട് പെഗ് ചെയ്യുന്നില്ല. അതായത് 1971 മുന്നേ ബ്രിട്ടൻ വുഡിൻ്റെ ഒരു ഇത് പ്രകാരം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 35 ഔൺസിൻ്റെ ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയത് $US ആക്കാം. നിങ്ങളുടെ കയ്യിൽ $35 ഉണ്ടെങ്കിൽ അത് നേരെ കൺവേർട്ട് ചെയ്ത് ഗോൾഡിലേക്ക് നിങ്ങൾക്ക് മേടിക്കാൻ നോക്കും. അങ്ങനെ ഒരു കൺവെർഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് എത്രമാത്രം ഗോൾഡ് ഉണ്ടോ അത്രമാത്രം പൈസയെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അവരുടെ കയ്യിലേക്ക് കൂടുതൽ ഗോൾഡ് വരുവാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രിൻറ്റ് ചെയ്യാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൈസ പ്രിൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. അതായിരുന്നു നിയമം. പക്ഷെ അതിൻ്റെ മുന്നേ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല, സമയം കൂടുതലാവും തോന്നും. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്ക അതിശക്തമായിട്ട് വരുന്നു. അമേരിക്ക മുന്നിൽ നിന്ന് നയിക്കുന്നു. അമേരിക്ക ജയിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നു വേൾഡ് വാർ. അമേരിക്ക ലോകശക്തിയായിട്ടുള്ള രീതിയിൽ തെളിയിക്കപ്പെടുന്നു. അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെല്ലാ രാജ്യങ്ങളോടും അമേരിക്ക പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ തരും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു സറണ്ടർ യുവർ ഗോൾഡ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഗോൾഡ് സറണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു? ഓക്കെ, സമ്മതിച്ചു, അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തുള്ള ഗോൾഡ് അമേരിക്കയ്ക്ക് കൊണ്ട് കൊടുക്കുക. അപ്പോൾ അമേരിക്ക പറയുന്നത് വി വിൽ കീപ്പ് ദിസ് ഗോൾഡ്. അപ്പോൾ അതിനനുസരിച്ചുള്ള $US ഞങ്ങൾ പ്രിൻറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് എത്രമാത്രം ഗോൾഡ് നിങ്ങൾക്ക് ഇവിടെ വെക്കുന്നുണ്ടോ അത്രമാത്രം ഡോളർ നിങ്ങൾക്ക് ഞങ്ങൾ തരും എന്ന് പറയുന്നത്. അപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഡോളർ കിട്ടി. അപ്പം ആ രാജ്യങ്ങൾക്ക് ഡോളർ റിസർവ് അസറ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ ആ രാജ്യത്ത് ആ ഗോൾഡിന് തുല്യമായിട്ടുള്ള ആ ഡോളറിന് തുല്യമായിട്ടുള്ള ഗോൾഡ് അമേരിക്കയിൽ ഇരിപ്പുണ്ടെന്ന് അവർക്ക് വിശ്വസിക്കാം. ആ രീതിയിലാണ്. അപ്പോൾ ആ ഒരു റിസർവ് ആക്കി വെക്കുന്നു. ഈസി ആയിട്ട് ക്യാരി ചെയ്യാമല്ലോ ഈ ഡോളർ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ നാളിന് ശേഷം ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട്. സോ ഹിയർ under Bretton Woods, the US dollar was pegged to gold $35 per ounce and other currencies were tied to the dollar. This system ensured stability but relied on US gold reserve. അതായത് US ഉള്ള ഗോൾഡിൻ്റെ റിസർവിനെ ബേസ് ചെയ്ത്, കാരണം അത്രയും അധികം $US ആണെന്നല്ലോ പ്രിൻറ്റ് ചെയ്യുന്നത്. ആ പ്രിൻറ്റ് ചെയ്ത ഡോളർ ആണല്ലോ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. ബൈ ദ ലേറ്റ് 1960s, അതായത് 71 നമ്മുടെ പ്രസിഡൻറ്റ് വന്നിട്ട് പറയുന്നത് ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ $US ഗോൾഡുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുകയാണെന്നുള്ള പറയുന്നത്. അപ്പോൾ 1960 ഇൻഫ്ലേഷൻ കാരണം വാർ സ്പെൻഡിങ് വിയറ്റ്നാമിൽ വാർ ഉണ്ടാകുന്നു. അതിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ഇറോഡഡ് കോൺഫിഡൻസ് ഇൻ ദ $US. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസയ്ക്ക് ആവശ്യമായിട്ട് വന്നു. അവർ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി $US. അതായത് നേരത്തെ നമുക്ക് കരാറുണ്ട്, പക്ഷേ പ്രിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു. ഇത് ലോക രാജ്യങ്ങൾ കണ്ടിട്ട് അവരുടെ ഗോൾഡ് തിരിച്ച് ഡിമാൻഡ് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതിന് മുന്നേ വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. US എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും ഗോൾഡ് പെട്ടെന്നൊരു പരസ്യം, എനിക്കത് ഒരു പത്ര റിപ്പോർട്ടുണ്ട്, അതിൻ്റെ ഒരു കട്ടിങ്സ് ഉണ്ട്. അതായത് ഒരു രാത്രിയിൽ പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരുന്നു. നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗവൺമെൻറ് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ഒരു അറിയിപ്പിലേക്ക് വരുന്നു. അതായത് നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്നു ജനങ്ങളിലേക്ക്, നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം മുഴുവൻ ഇനി മുതൽ US-ൻ്റേതാണ് അല്ലെങ്കിൽ US ഗവൺമെൻറ്റിൻ്റേതാണെന്നുള്ള കാര്യം. അങ്ങനെ ഗവൺമെൻറ് ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുന്നു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഗോൾഡ് US തന്ത്രപരമായിട്ട് പിടിച്ചു പറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? കരാർ എന്താണ്? ആ ഗോൾഡിന് തുല്യമായിട്ടുള്ള ഡോളർ മാത്രമേ US-ലുണ്ടാവൂ, അല്ലെങ്കിൽ US എക്കോണമിയിലുണ്ടാവും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്ത് പറ്റും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇപ്പം US-ന് ഇഷ്ടത്തിനനുസരിച്ച് US പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോളർ കൈവശമാക്കി വയ്ക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ വാല്യൂ കുറഞ്ഞു വരും. അവർ റിസർവ് ആക്കി വെച്ചേക്കുന്ന US വാല്യൂ കുറഞ്ഞു വരും. അവരുടെ എക്കോണമി കൂപ്പുകുത്തും. അപ്പോൾ ഈ ഒറ്റ രാത്രിയിൽ കൊണ്ട് നിക്സൺ വന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ കൺവെർഷൻ ഇല്ല. അതായത് നിങ്ങൾ ഞങ്ങളുടെ തന്നേക്കുന്ന ഗോൾഡെല്ലാം ഞങ്ങളുടെ തന്നെയാണ്. ഇനി US നിങ്ങളുടെ ഡോളർ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ, ഇനി അത് കൺവേർഷൻ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ചില രാജ്യങ്ങൾ വന്ന്
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവരോട് പറയുന്നു നമുക്ക് വാറിലേക്ക് പോകാമെന്ന് പറയുന്നു. കാരണം US ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ, അവർക്ക് എന്ത് ചെയ്യാനൊക്കും കുഞ്ഞു രാജ്യങ്ങൾക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പറയുന്നത് നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ $US നിങ്ങൾക്ക് തരാം. ഓക്കെ, നിങ്ങളുടെ ഗോൾഡ് ഇവിടെ തന്നെ കാണാം, ഞങ്ങൾക്ക് ഇനി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡ് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തുപറ്റി, ഇവന്മാരെ അടപ്പിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടം പോലെ $US പ്രിൻറ്റ് ചെയ്യാമല്ലോ, അത് പ്രിൻറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നു, അവരെ അടപ്പിക്കുന്നു, അവരതിന് സന്തോഷമായിട്ട് പോകുന്നു. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനുശേഷം ഇൻഫ്ലേഷൻ വളരെ ശക്തമായിട്ട് US കൂടുന്ന കാണാം, അവരുടെ എക്കോണമി കൂപ്പുത്തുന്നത് കാണാം. കാരണം അന്ന് മുതലാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡോളർ പ്രിൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതിനു മുന്നേ ഇതെല്ലാം ഒരു പരിധി ഉണ്ടായിരുന്നു. അന്നത്തേക്ക് ഒരു ഡോളറിന് വാല്യൂ അധികം പെട്ടെന്ന് താഴ്ത്തു പോകത്തില്ലായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യസ്തത കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഹൗസിംഗ് പ്രൈസാണ്, US ഹൗസിംഗ് പ്രൈസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ 1970 ശേഷം നമ്മുടെ അതുവരെ ഇത് ഫ്ലാറ്റാണ് ഹൗസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും വീടുകളുടെ വാല്യൂ എന്ന് പറയുന്നത് അത് യൂട്ടിലിറ്റി സാധനങ്ങളല്ലേ വീടെന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ ഇങ്ങനെ പെട്ടെന്ന് കൂടാൻ പാടില്ല. യൂട്ടിലിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട രീതിയിൽ മാത്രമേ അതിൻ്റെ വാല്യൂ കൂടാൻ നോക്കൂ. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ 1971 ശേഷം നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കുതിച്ചു വരുന്നത് കണ്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പ് പെഗ് ചെയ്ത് ഈ US ഗോൾഡിൽ നിന്ന് മാറ്റി US ഇഷ്ടംപോലെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ ബേബി ബൂമേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് ആ സമയങ്ങളിൽ 30 വയസ്സ് 20, 30, 35 വയസ്സ് നല്ലൊരു പ്രായം അവർ എങ്ങായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയം നോക്കിയപ്പോൾ അവരുടെ വാല്യൂ ഇൻഫ്ലേഷൻ കൂടാൻ തുടങ്ങി, അവർ വാല്യൂ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങി. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റുകൾ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങി. കാരണം ആ സമയങ്ങളിൽ അവർക്ക് ഈസി ആയിട്ട് റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ ഒക്കും. അവരുടെ ജോലിയായിട്ട് അവർക്ക് അന്നത് ആ പൈസയ്ക്ക് വാല്യൂ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങിച്ചങ്ങോട്ട് കൂട്ടി. അപ്പോൾ അതിനുശേഷം ഇൻഫ്ലേഷൻ വന്നു. ഈ ഇൻഫ്ലേഷൻ്റെ കാരണം കൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കുതിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും. മനസ്സിലാകും, ഇപ്പോഴിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം വന്നേക്കുന്ന മില്ലേനിയൽസിന് വീട് വാങ്ങിക്കാൻ ഒക്കാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2030 ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 2030 ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ബിറ്റ്കോയിൻ കാണാൻ കിട്ടൂല. മനസ്സിലാകുന്നുണ്ടോ? അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാൻ പോലും, ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോലും നോക്കാൻ കിട്ടൂല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ you have to put your time and do the effort and energy to learn what the heck is Bitcoin. നിങ്ങൾ അക്യുമുലേഷൻ ചെയ്താൽ മാത്രമേ അവർക്ക് കിട്ടൂ. അവർക്കല്ലെങ്കിൽ ഇത് അക്യുമുലേഷൻ ചെയ്യാൻ പോലും കിട്ടത്തില്ല. ഇനി ഒന്നും കൂടെ കേട്ടോ, നമ്മുടെ ജനറേഷനിൽ നമ്മൾ കാണും നമ്മുടെ ഫിയറ്റ് കറൻസീസ് കൊണ്ട് ഒരിക്കലും നമുക്കിനി ബിറ്റ്കോയിൻ മേടിക്കാൻ ഒക്കാത്തൊരവസ്ഥ. they are coming for all this Bitcoin. ഇതിൻ്റെ പ്രൈസിന് ഷൂട്ടപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാക്കി ഈ പ്രൈസ് എല്ലാം ക്രാഷ് ചെയ്തിട്ട് ഇനി അവർ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്ന്. നോ, അവർക്ക് നമ്മുടെ സാധാരണ ആളുകളിൽ നിന്ന് ഇത് പെട്ടെന്ന് വേർപ്പെടുത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ പ്രൈസ് അങ്ങോട്ട് എക്സ്പോണൻഷ്യലി അവർ വളർത്തും. മനസ്സിലായി? അപ്പോൾ സാധാരണ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും. ഇപ്പോൾ ഉദാഹരണം, ഒരു നല്ലൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ സ്ഥലം, അപ്പോൾ അവിടെ താമസിക്കുന്ന എല്ലാം മില്യണേഴ്സുമാണ്. അപ്പോൾ അവിടെയുള്ള സ്ഥലം ഇത് സാധാരണ ഒരാൾ വന്നിട്ട് മേടിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരെന്ത് ചെയ്യും? ഈ പ്രൈസ് ഇതിൻ്റെ എക്സ്പോണൻഷ്യലി കൂട്ടും. അപ്പോൾ സാധാരണ ഒരുത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാക്കും. അപ്പോൾ എന്ത് പറ്റും? അവിടെ ബില്യണേഴ്സ് മാത്രം താമസിക്കുന്ന ഏരിയ ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇനി ഷൂട്ടപ്പ് ചെയ്ത് വേണ്ടി പോകാൻ വേണ്ടിയാണ് സാധാരണ ആളുകളെ കൊണ്ട് അവന്മാർ തൊടിയിപ്പിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിനേക്ക് വലിയ വലിയ ആളുകളുടെ ബാങ്കുകളുടെയൊക്കെ മാത്രം അസറ്റായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പ്രൈസിൻ്റെ അപ്രിസിയേഷൻ വരുമ്പോൾ എന്ത് പറ്റും? കുറേ ബിറ്റ്കോയിനുള്ള ആളുകൾ ഇത് ഫിയറ്റ് കറൻസിക്ക് വേണ്ടി സെല്ല് ചെയ്യും. അതും നടക്കും. അതുകൊണ്ട് ഈ 2030 ജനിക്കുന്ന നമ്മുടെ അടുത്ത ജനറേഷൻ ഇത് കണി കാണാൻ കിട്ടൂല. ബിറ്റ്കോയിൻ ഉള്ളവനായിരിക്കും കിങ്. മനസ്സിലാവും? അവനായിരിക്കും ദേ വിൽ റൂൾ ദിസ് വേൾഡ്, എലീറ്റ്സ്. ഓക്കെ, അപ്പോൾ വേറൊരു ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, ഡിഡ് യു സീ ദിസ് വൺ? ലോകത്തിലെ തന്നെ ഏറ്റവും 0.1% ടോപ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന ബിറ്റ്കോയിൻ വാലറ്റ് പിരമിഡ് ഓഗസ്റ്റ് 2024 ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ ഒരു ക്ലബ്ബ്, ബിറ്റ്കോയിൻ്റെ ക്ലബ്ബിലേക്ക് ചേരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസാണ്. അതായത്
നിങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും 1% പോലും ഇല്ല 0.1% എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 21 ബിറ്റ്കോയിൻ കൂടുതലുണ്ടായിരിക്കണം. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അവരെയാണ് നമ്മൾ ഈ പറയുന്ന നീരാളിയുടെ ഇത് കൊടുത്തേക്കുന്ന ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ടല്ലേ, അത് 21 ബിറ്റ്കോയിൻ കൂടുതലുള്ളവർക്ക് അവർ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 1%, ഒരു 1% പോലും ഇല്ല, അവർ ആ ഒരു ലെവലിലായിരിക്കും അവർ നിൽക്കുന്നത്. 6.8 ബിറ്റ്കോയിനും അത് കൂടുതലുള്ളവർ ഈ പറഞ്ഞ 0.5% ടോപ്പിൽ നിൽക്കും. മനസ്സിലായി വെൽത്തിൻ്റെ രീതിയിലാണെന്ന് പറയുന്ന രീതിയിൽ. 3.5 ബിറ്റ്കോയിനിൽ കൂടുതലുള്ളവർ ലോകത്തിൽ തന്നെ ടോപ്പ് 1% ആയിരിക്കും. 1.5 മുതൽ മേപ്പോട്ടുള്ളവർ ലോകത്തിൽ തന്നെ ടോപ്പ് 2% ആയിരിക്കും. ഓക്കെ, 0.1 അതായത് ഒരു ഏകദേശം 10%, ഒരു ബിറ്റ്കോയിൻ്റെ 10 തൊട്ട് 13% മുകളിലോട്ടുള്ളവർ ലോകത്തിൽ തന്നെ ടോപ്പ് 5% ആളുകളായിരിക്കും. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? വെൽത്ത് ബേസ് ചെയ്തിട്ട്, ബിറ്റ്കോയിൻ്റെ വെൽത്ത് ബേസ് ചെയ്തിട്ട് അവർ ലോകത്തിലെ 5ാം ടോപ്പിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇവർക്കൊക്കെ ലോകത്തിൽ എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ നോക്കും. എന്ത് മേടിക്കാം, ഏത് വെക്കേഷനും അഫോർഡ് ചെയ്യാം. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? അതിന് അവർ ബിറ്റ്കോയിൻ സെല്ല് ചെയ്യേണ്ട കാര്യമില്ല. ദേ വിൽ ബോറോ അഗൻസ്റ്റ് ദെയർ ബിറ്റ്കോയിൻ. ബട്ട് ദിസ് ഗെയിം ഈസ് ഡിഫറെൻറ്റ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അക്യുമുലേഷൻ ഗെയിമാണ്. അത് നിങ്ങളറിയത്തില്ല. പുറത്തോട്ട് ഫോൾസ് ആയിട്ടുള്ള ആളുകളെ പേടിപ്പെടുത്തുന്ന ഈ ന്യൂസുകളിലേക്ക് പോവും, താഴെ കൂടെ മറഞ്ഞിരുന്ന് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേജിലേക്ക് അക്യുമുലേഷൻ ചെയ്യുക. സമയം കളയരുത്. നമ്മുടെ അടുത്ത തലമുറ, ഇനി ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് ഇത് കണി കാണാൻ പോലും കിട്ടത്തില്ല. ഇത് സാധാരണ ഒരു അസറ്റല്ല, ഇറ്റ്സ് എ മോണിറ്ററി സിസ്റ്റമായിട്ട് മാറാൻ വേണ്ടി പോവാണ്. ലോകത്തുള്ള ഇൻ്റർനെറ്റ് എന്താണ്? ഇൻഫർമേഷനാണ് അല്ലേ? മൊത്തം വ്യാപിച്ചെടുക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒക്കുന്നത്. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് മണിയാണ്. ഇൻഫർമേഷനേക്കാളും എത്രയോ 10 മടങ്ങ് വലുതാണ് മണി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇൻ്റർനെറ്റിനേക്കാൾ എത്ര 10 മടങ്ങ് വളരാൻ വേണ്ടി പോകുന്നതാണ് ഈ മണി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത്രയും മാത്രം വ്യാപ്തി ഇതിനുണ്ട്. ലോകത്തിലെ 2% താഴെ ആളുകൾ ഇത് അക്യുമുലേഷൻ ചെയ്തിട്ടുള്ളൂ, അഡോപ്ഷൻ ചെയ്തിട്ടുള്ളൂ. ഇനി 98% കിടക്കുവാണ്. ആ ഒരു 5-10% ലോകത്തിലെ ആളുകൾ ഈ ഒരു അക്യുമുലേഷൻ ചെയ്യുമ്പോൾ, അഡോപ്ഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് സ്കൈ റോക്കറ്റ് ചെയ്ത് പോകും. സ്കൈ റോക്കറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടല്ല ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇനി നിങ്ങൾ പേടിക്കുന്നുണ്ട് ഈ ബിറ്റ്കോയിൻ ബാൻ ചെയ്യും. നോ മാൻ, ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. ഇനി ബിറ്റ്കോയിന് വേണ്ടിയുള്ള കടിപിടികളായിരിക്കും ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ വൈൽഡ് തോട്ട്സ് പറയാം. അത് ഓർമ്മ വന്നത്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ US-ലെ ഗോൾഡ് സറണ്ടർ ചെയ്യണമെന്ന് പറയുന്ന US-ലെ എല്ലാ പൗരന്മാരോടും ഒരു രാത്രി കൊണ്ട് പറയുന്ന ഒരു പുറപ്പെട്ട ഒരു ഓർഡറാണ്. നിങ്ങൾ കൈവശമാക്കിയിരിക്കുന്ന ഗോൾഡ് മുഴുവൻ യഥാർത്ഥത്തിൽ ആ റിയൽ മണി ആയിരുന്നു, അത് ജനങ്ങളുടെ ആയിരുന്നു. ബട്ട് ഗവൺമെൻറ് ക്യാൻ ഫോഴ്സ് ഇറ്റ് അല്ലേ? ഗവൺമെൻറ് പറഞ്ഞെന്താണ്, ഒറ്റ രാത്രി കൊണ്ട് നാളെ വെളുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം ഇന്ന സമയം നിങ്ങൾക്ക് അതരി ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഗോൾഡ് മുഴുവൻ സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും, പിഴ അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു? പേടിച്ച ആളുകൾ സ്വർണം കൊണ്ടുവെക്കുന്നു. സ്വർണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ ഡീപെഗ് സ്വർണവും ഡോളറും തമ്മിലുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചുപോയി അവർക്ക് അവരുടെ സ്വർണം ചോദിക്കാൻ ഒക്കത്തില്ല. ലോക രാജ്യങ്ങൾക്കും ഇത് സംഭവിച്ചു. പറഞ്ഞ മനസ്സിലാകുന്നില്ല, അതൊരു ടാക്ടിക്സ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ കണ്ടുവരുന്നൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഇന്ത്യയിലും ചൈനയിലുമാണ്. അപ്പം ഇന്ത്യയിൽ ഈ ബിറ്റ്കോയിൻ അവർക്കിപ്പോൾ വന്നു തുടങ്ങി. ഓക്കെ, ഇനി ബിറ്റ്കോയിൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉദ്ദേശിച്ച സംഭവമല്ല. അപ്പോൾ നമുക്കിനി ടൈമില്ല. മൈനിങ് ചെയ്ത് ബിറ്റ്കോയിൻ എടുക്കുന്നതിനേക്കാളും നല്ലത് സീസ് ചെയ്യുന്നതാണ്. മനസ്സിലാകുന്നുണ്ട്? ആരുടെ കയ്യിലെങ്കിലും സീസ് ചെയ്യുന്നത് ഈസിയായിട്ട് അക്യുമുലേഷൻ കിട്ടുന്നത്. കാരണം അമേരിക്ക അവരുടെ റിസർവ് അസറ്റായിട്ട് കാണപ്പെടുന്നു ബിറ്റ്കോയിനെ, ഗോൾഡിനെ പോലെ. അപ്പം ഇന്ത്യയിൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ ഈ ഗോൾഡ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. ഇനി ബിറ്റ്കോയിനാണ് ഇനി അടുത്ത 100 കൊല്ലത്തേക്കുള്ള റിസർവ് അസറ്റായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ലോകരാജ്യങ്ങൾ ഈവൻ ഭൂട്ടാൻ വരെ 10,000 ബിറ്റ്കോയിനുകളുണ്ട്. അപ്പോൾ ഇനിയും ബിറ്റ്കോയിൻ ഇല്ല, കിട്ടാനില്ല. ഇനി ഏകദേശം 2.5 മില്യൺ 2.28 മില്യനും കൂടെ ഉള്ളൂ വെളിയിൽ ഇനി ബിറ്റ്കോയിൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് ലോകത്തെ രാജ്യങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പോൾ അവർക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈൽഡ് തോട്ടാണ് കേട്ടോ. ഇത് സംഭവം നടക്കുമെന്നല്ല പറയുന്നത്, ഇതിൻ്റെ ഒരു തോട്ട്സാണ് ഞാനീ പറയുന്നത്. ഇന്ത്യ ഈ പറയുന്ന എല്ലാവർക്കും
ആക്സസ് കൊടുക്കും ബിറ്റ്കോയിന് ഈസി ആയിട്ട്. ഇപ്പോൾ ഇവിടുത്തെ രാജ്യങ്ങൾ നമ്മൾ ഒരു പച്ചക്കറി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഗൂഗിൾ പേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ടല്ലേ പേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളെക്കാളും ഏറ്റവും ഈസി ആയിട്ട് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ പറ്റുന്ന പ്രൊസീജിയറിലേക്ക് ആപ്ലിക്കേഷനിലേക്കൊക്കെ പോകും. അപ്പോൾ എന്ത് പറ്റും, ഇത്രയും ലോകത്തുള്ള ഇത്രയും 1 ബില്യൺ ജനങ്ങൾക്ക് ഈ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് ബിറ്റ്കോയിൻ മേടിക്കാൻ വേണ്ടി. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത്യാവശ്യം ആളുകൾക്കെല്ലാം ബിറ്റ്കോയിൻ ആയി കഴിയുമ്പോൾ അമേരിക്കയിൽ പോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഓർഡർ ഇടാം, നാളെ മുതൽ നിങ്ങളുടെ ബിറ്റ്കോയിൻ ഇവിടെ സറണ്ടർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോവുകയോ പിഴയടക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ യു ഹാവ് ടു സറണ്ടർ യുവർ ബിറ്റ്കോയിൻ. മനസ്സിലാകുന്നുണ്ടോ? ഞാനത് സംഭവിക്കുമെന്നല്ല പറഞ്ഞത്, അമേരിക്കയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചേക്കാം, ഇറ്റ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മുന്നേ, അങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ പേടിപ്പെടുത്തുന്നതല്ല, നിങ്ങൾ അതിനെക്കുറിച്ചൊരു കരുതലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോഴൊന്നും സംഭവിക്കാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്. ഓക്കെ, ഇത് സംഭവിച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ മൂവ് ടു ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ എന്ത് പറയും, ഡിഫറെൻറ്റ് കൺട്രീസ് എന്ന് പറയുമ്പോൾ മഴക്കുള്ള രാജ്യങ്ങളെന്ന് പറയും, ബഡി കം ഹിയർ, വി വിൽ പ്രൊവൈഡ് ഓൾ ദ സർവീസസ്. പാസ്പോർട്ടൊന്നും വേണ്ട മച്ചാനെ, ഓവർ ദ നൈറ്റ് എല്ലാ പരിപാടികളും സെറ്റാക്കാൻ നിങ്ങളുടെ അസറ്റ് നിങ്ങളുടെ ബിറ്റ്കോയിനായിട്ട് ഈ രാജ്യത്തിട്ട് വരൂ, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ആ ബിറ്റ്കോയിൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരാം എന്ന് പറയാൻ വേണ്ടി. അങ്ങനെ ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഈ കാണാം, എല്ലാ രാജ്യങ്ങൾക്കും ഇതൊരു കടിപിടിക്ക് വേണ്ടി ഈ ഒരു ബിറ്റ്കോയിന് വേണ്ടി പോകാമായിരിക്കും. കാരണം എന്തിനാ, അവർ വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടി. ലോകത്ത് ഒരു പരിപാടിക്ക് ഇനി വാല്യൂ സേവ് ചെയ്യാൻ ഒക്കത്തില്ല, ഗോൾഡ് സേവ് ചെയ്യാൻ ഒക്കത്തില്ല, ഡോളർ ചെയ്യാൻ ഒക്കത്തില്ല, ഓയിൽ ചെയ്യാൻ ഒക്കത്തില്ല. ഒന്നിനും ഇനി മനുഷ്യനെ അവൻ്റെ വാല്യൂ സേവ് ചെയ്യാനുള്ള സംഗതികളൊന്നും ഈ ലോകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബിറ്റ്കോയിനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതർ ക്രിപ്റ്റോ കറൻസീസ് അതൊക്കെ എപ്പോഴും നിങ്ങൾ മരിക്കുന്നവരെ അതിന് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പക്ഷേ ബിറ്റ്കോയിൻ no, we don't have much time. Okay, I'm telling again, we don't have much time. Okay, so ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, ഇതെന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല നല്ല കുറേ ബുക്കുകളുണ്ട്. അത് ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറേ ബുക്കുകളുണ്ട്. ആ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. പിന്നെ കുറേ പോഡ്കാസ്റ്റുകളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളത് കേൾക്കുക. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ബിറ്റ്കോയിൻ ക്ലബിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ക്ലബ്ബിൽ നിങ്ങൾക്ക് അംഗമാകാം. ജസ്റ്റ് $1 ഒരു മന്ത്ലി ഒരിതാണ്. ഒരു മാസത്തിൽ $1 വീതം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. അവിടെ കുറേ ഇൻഫർമേഷൻ നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് സംസാരിക്കാനുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെ ബിറ്റ്കോയിൻ സേവ് ചെയ്യാനൊക്കും, എങ്ങനെ സേഫായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയിലും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് വരാം. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓക്കെ, ടേക്ക് കെയർ, ബൈ.